സോ നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അബൌട്ട് ദ കൺസ്ട്രേറ്റീവ് ആൻഡ് നോൺ കൺസ്ട്രേറ്റീവ് ഫോഴ്സസ് ആണ്. ഓക്കെ, കൺസ്ട്രേറ്റീവ് ആൻഡ് നോൺ കൺസ്ട്രേറ്റീവ് ഫോഴ്സ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് കൺസ്ട്രേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസ്ട്രേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നത് അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? That can be termed as the നമുക്ക് എന്താ പറയാം, that is the work can be expressed the difference between initial and final values of a potential function. A work is reversible. അതിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺസർവേറ്റീവ് ഫോഴ്സ്, കൺസർവേറ്റീവ് വർക്ക് എന്ന് നമുക്കവിടെ പറയാൻ പറ്റും. ഓക്കെ, അതായത് നമുക്കൊരു കൺവേർഷൻ, ടു വേ കൺവേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. പാത്ത് ഡിപ്പെൻഡ് എന്ത് ചെയ്യത്തില്ല, അവിടെ ചെയ്യത്തില്ല. കൺസ്ട്രക്റ്റീവ് ഫോഴ്സുകളുടെ പാത്ത് എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ പാത്ത് ഇൻഡിപെൻഡന്റ് ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, എലാസ്റ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരു പെന്ന് ഞാൻ ഏതാ ഈ ഡയറക്ഷനിൽ എടുത്താലും ഈ ഡയറക്ഷനിൽ എടുത്താലും എനിക്ക് എന്തായിരിക്കും? സെയിം എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, ഏത് ഡയറക്ഷനിൽ ഞാൻ ലിഫ്റ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഒരു തറയിൽ ഒരു കല്ല് കിടക്കുക, കല്ല് ഇങ്ങനെ എടുക്കുന്നത് എന്താണ്? ഞാൻ ഇടത് കൈ കൊണ്ട് എടുത്താലും വലത് കൈ കൊണ്ട് എടുത്താലും എങ്ങനെ എടുത്താലും എന്ത് തന്നെയാണ്? അവിടെ നമുക്ക് ആ സെയിം എഫക്റ്റ് ആണ് എന്ത് ചെയ്യും? നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിലും എവിടെയാലും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. പാത്ത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ചോദിക്കുമ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഡെഫിനിഷൻ എഴുതാൻ പറ്റുമായിരുന്നു. ദാറ്റ് ഇസ് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ കുറച്ച് പോയിന്റ്സ് കൂടി, അതായത് എന്താണ് അതിന്റെ എക്സാമ്പിൾസ്, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുൻപ് അങ്ങനെ പിള്ളേർ എഴുതുന്നതാണ് കേട്ടോ. അങ്ങനെ എഴുതിയാൽ മാർക്ക് അവർ ഇപ്പോൾ 2 മാർക്കാണെങ്കിൽ 1 മാർക്കേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യല്ലേ, അങ്ങനെ എഴുതല്ലേ, എന്ത് ചെയ്യുക, എന്താണ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ന് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ഒന്നുകൂടി എക്സാമ്പിൾസ് കൊടുക്കുക. പിന്നെ അത് ആ വർക്കിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സിബിൾ ആണ് എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഈ നോട്ട്സ് പ്രിന്റ് എടുത്തവർ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്ത് പഠിക്കുക. എല്ലാം മെയിൻ ടെക്സ്റ്റ് ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ, നമ്മുടെ സെർവസ് സെന്റ് മാസ്കി ചില കോളേജസ് അത് കൊടുത്തവരുണ്ട്. അപ്പോൾ അതാണ് ഇരിക്കുന്നതെങ്കിലും അതിലും ഇതേ പോയിന്റ്സുകളുണ്ട്. ഓക്കെ, അതിൽ പോയിന്റ്സുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വായിക്കുക. നമ്മുടെ നോട്ട്സ് നോക്കിയിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ മിക്ക നോട്ട്സിലും ഇത് ഗൈഡാണ്, അല്ല ഞാൻ തന്ന നോട്ട്സിലെല്ലാം ഞാൻ മേജർ പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ നോട്ട്സ് വെച്ച് നോക്കിയിട്ട് പോവുക. ഓക്കെ, മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യുക കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇനി കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ബേസിൽ വർക്കിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, വി സമ്മറൈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ വർക്ക് ഡൺ ബൈ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ്. അതൊരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡണിനെ കുറിച്ചും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത്രയൊക്കെയാണ്. ദാറ്റ് ഇസ് വർക്ക് ഡൺ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. കാരണം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു എന്താ പറയാ, നമുക്ക് അതിന്റെ പൊസിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി നമുക്ക് അവിടെ ആ ഒരു മീനിങ്ങിൽ വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വർക്ക് ഡൺ എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യുന്ന വർക്ക് ഡൺ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും. വർക്ക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ഇനിഷ്യൽ പോയിന്റ്, അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് എന്താ പൊസിഷൻ. ദാറ്റ് ഇസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഡു വർക്ക്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാലോ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു, ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ പിന്നിൽ ഓസിലേഷൻ ചെയ്യിപ്പിച്ചാലും അത് എന്ത് തന്നെയാണ്? കൺസ്ട്രക്റ്റീവ് വർക്കാണ്. കാരണം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്തായിരിക്കും? കൺസ്ട്രക്റ്റീവ് വർക്ക് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ പെൻ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ശരിക്കും ഗ്രാവിറ്റേഷൻ ഫീൽഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണം, അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്രിക്ഷൻ കേസ് വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ശരിക്കും പിന്നെ സ്റ്റോപ്പ് ആയി പോകുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. ഇതെന്ത് ചെയ്യുന്നില്ല? നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് അവിടെ വിച്ച് ഈസ് പാത്തിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഡിപ്പെൻഡ് ചെയ്യാതിരിക്കത്തില്ല. പാത്ത് ഡിപ്പെൻഡന്റ് ആണ് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ്. സോ നമുക്ക് പറയാം ഫ്രിക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വിസ്കോസിറ്റി, ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇതെല്ലാം എന്ത് തന്നെയാണ്? നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ്. അതൊരിക്കലും റിവേഴ്സിബിൾ അല്ല. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് വഴി എന്തെങ്കിലും ഒന്ന് പരസ്പരം റബ്ബായിട്ട് അത് ഹീറ്റായി പൊയ്ക്കഴിഞ്ഞാൽ തിരിച്ച് ഹീറ്റ് കൊണ്ടുവന്ന് നമുക്കൊരു വർക്കാക്കി മാറ്റാൻ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. അപ്പോൾ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ഒന്നും എന്തല്ല, അതെല്ലാം റിവേഴ്സിബിൾ പ്രോസസ് അല്ല. ഓക്കെ, എല്ലാം നോൺ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പറയാൻ പറ്റും. വിച്ച് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ഓക്കെ, ആ ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ആവും. അപ്പോൾ ആ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് പാത്തിൽ കൂടിയാണ് പോകുന്നത്? ഓക്കെ, അതെന്താണ്? അവിടെ ഡിപ്പെൻഡൻസി ഉണ്ട്. ഓക്കെ, നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ്. എപ്പോഴും ഫ്രിക്ഷൻ കേസ് ഓർത്താൽ മതി. ഫ്രിക്ഷൻ നമ്മളിപ്പോൾ പരസ്പരം രണ്ട് കൈ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് പറയാം? അവിടെയാണ് നമുക്ക് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. മറ്റേ നിങ്ങൾ ആ സിമ്പിൾ പെണ്ണിലൊക്കെ ഓസിലേഷൻ ചെയ്യുന്നതോ നമ്മൾ നടന്നു പോകുന്നതോ അതൊക്കെ എടുക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നടന്നു പോകാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു എന്തെങ്കിലും എടുത്ത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അതിൽ നമുക്കൊരിക്കലും ഈ ഒരു നമ്മുടെ നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എടുക്കുന്ന വർക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സും നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സും. ഇതില് ഫോഴ്സ് മാത്രമല്ല കൺസ്ട്രക്റ്റീവ് ഫോഴ്സിന്റെ കേസിലുള്ള വർക്ക് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. വർക്കിന്റെ ടേംസ് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക, എഴുതുക. ഓക്കെ. ഒരു എക്സാമ്പിൾ നോക്കുക. ദാറ്റ് ഈസ് in a region of space, the force on an electron is F is equal to C cross J cap. Okay, where C is the positive constant, the electron move around a square loop in XY plane. Calculate the work done in the electron force during the counterclockwise trip around the square. This force conservative or non conservative? Question കണ്ട് പേടിക്കണ്ട. ഇലക്ട്രോൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ഒന്നുമില്ല. നോർമൽ ഇക്വേഷൻ തന്നെയാണ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഒരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സ്ക്വയർ സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ. റീജിയൻ ഓഫ് സ്പേസ് ഓഫ് ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ. ഓക്കെ. ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യുന്നു? ഈ ഡിസ്റ്റൻസിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്യുവാണ്? ഇവിടെ മൂവ് ചെയ്യുവാണ്. ഓക്കെ. ഡിസ്റ്റൻസിൽ കൂടി ഇങ്ങനെ ഈ ലൂപ്പിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ. വർക്ക് ഡൺ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ആസ് ദ ഫോഴ്സ് കൺസ്ട്രക്റ്റീവ് ആണോ നോൺ കൺസ്ട്രക്റ്റീവ് ആണോ കൂടി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇതിന്റെ വർക്ക് അല്ലെങ്കിൽ ഇത് നടക്കുന്നില്ല മൂവ്മെന്റ് എങ്ങനെയാണ്? എ ടു ബി, ബി ടു സി ആൻഡ് സി ടു ഡി ആൻഡ് ഡി ടു എ. ഓക്കെ. അതായത് ലൂപ്പിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. ഓക്കെ. ലൂപ്പിൽ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്? അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം ഇന്റഗ്രൽ എ ടു ബി, ഇന്റഗ്രൽ ബി ടു സി, ഓരോ ഡയറക്ഷൻ അല്ലെ ആദ്യം ഈ ഒരു പാത്ത്, അടുത്ത് ഈ ഒരു പാത്ത്, ഈ ഒരു പാത്ത് എന്ത് ചെയ്യുന്നു? ഓരോ പാത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണ്. ഇത് മൂവ്മെന്റ് ചെയ്യുന്നു എന്നൊരു മീനിങ്ങിൽ. ഓക്കെ. ഇതിപ്പോ ഇലക്ട്രോൺ മാറ്റിയിട്ട് ഒരാളാണ് പോകുന്നത് പറഞ്ഞാൽ എന്ത് തന്നെ വരും? നമുക്ക് ഇതേ ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. അവിടെ പിന്നെ ഇതിപ്പോ നോക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. കാരണം അത് ഇലക്ട്രോൺസ് ആയതുകൊണ്ട്. ഇല്ല നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരും. നിങ്ങൾ അത് ഏത് ഫോഴ്സ് ആയാലും അത് നോക്കണ്ട. ഇത് കൺസ്ട്രക്റ്റീവ് ആണോ നോൺ കൺസ്ട്രക്റ്റീവ് ആണോ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ നമുക്ക് ചോദിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലിപ്പോ ഈ ഒരു ലൂപ്പിൽ കൂടിയാണ് ശരിക്കും ഇത് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ. ലൂപ്പിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദ ഗിവൻ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അത് ഡിപ്പെൻഡൻസി കൊടുക്കുന്നുണ്ട്. സോ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും W is equal to ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ. ടോട്ടൽ വർക്ക് ഡൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ലൂപ്പിന്റെ വർക്ക് ഡൺ നമ്മൾ എടുക്കണം. ഓക്കെ. കംപ്ലീറ്റ് ലൂപ്പ് ഓർന്നിട്ട് എന്ത് ചെയ്യാം? നമ്മളവിടെ എടുക്കുക. ഇനി ഇതില് ഓരോ പാത്ത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഓരോ പാത്ത് നോക്കുവാണ് നമുക്ക് അതിലറിയാം എഫ് ഇസ് ഈക്വൽ ടു സി എക്സ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സി എക്സ് ജെ ക്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അവിടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ സ്പേസ് എക്സ്പീരിയൻസ് എന്താണ്? ആ ഒരു ഫോഴ്സ് ആണ് എഫ് ഈക്വൽ ടു സി ജെ ക്യാപ്പ്, സി എക്സ് ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കുക, നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ദർ ഇസ് എലോങ് ദ പാത്ത് എ ടു ബി എഫ് ആൻഡ് ഡി എൽ ആർ പെർപെൻഡിക്കുലർ. ഓക്കെ. അതുപോലെ തന്നെ ഏത് പാത്ത? എ ടു ബി. ഓക്കെ. എ ടു ബി പറയുന്ന സമയത്ത് നമുക്ക് പറയാം എന്താണ് അവിടുത്തെ എഫും ഡി എല്ലും പെർപെൻഡിക്കുലർ. കാരണം ഫോഴ്സ് എന്താണ്? ഈ ഡയറക്ഷനിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയാ വരുന്നത്? ഡി എൽ. ഡി എൽ എന്ന് വെച്ചാൽ ഈ ജെ ക്യാപ്പ് ആണ്. ഓക്കെ. ജെ ക്യാപ്പ് എങ്ങോട്ട് വരും? ജെ ക്യാപ്പ് എപ്പോഴും ഈ ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ. ഫോഴ്സ് ഇങ്ങോട്ടും ജെ ക്യാപ്പ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡയറക്ഷനിൽ. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഡോട്ട് ഡി എല്ലിന് പെർപെൻഡിക്കുലർ ആയി എന്ത് സംഭവിക്കും? കോസ് 90 വരും. കാരണം കോസ് 90 സീറോ ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡബ്ല്യു എ ബിയുടെ വാല്യൂ എന്താവും? അവിടെ സീറോ ആവും. അതുപോലെ തന്നെ സി ഡിയുടെ വാല്യൂ എന്താവും? സീറോ ആവും. എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? അതാണ് അവർ പ്രത്യേകിച്ച് ഇവിടെ യൂണിറ്റ് വെക്ടർ തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ. യൂണിറ്റ് വെക്ടർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡേറ്റ ഇൻസഫിഷ്യന്റ് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ യൂണിറ്റ് വെക്ടറിൽ ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ജെ എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. ഇതാണ് ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മൂവ്മെന്റ് എല്ലാം എങ്ങനെയാണ്? ഈ ഡയറക്ഷനിൽ. ഓക്കെ. മൂവ്മെന്റ് എല്ലാം ഈ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ വെക്ടറിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് നമ്മൾ അവിടെ നോക്കേണ്ടത്. പിന്നെ ഇവിടെ എക്സ് വൈ പ്ലെയിനിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെയാണ്? എക്സിന്റെ കമ്പോണന്റ് വൈയുടെ കമ്പോണന്റ് ആണ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ ഒരു ജെ എന്ന് പറയുന്നത്. ഓക്കെ. ജെ ഈ ഡയറക്ഷൻ. ഓക്കെ. ഫോഴ്സ് അപ്പോൾ എന്താവും? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്ത് സംഭവിച്ചു? അവിടെ പെർപെൻഡിക്കുലർ ആയി. അങ്ങനെ ഡബ്ല്യു എ ബി ഡബ്ല്യു സി ഡി എന്താവും? അവിടെ സീറോ ആയിട്ട് പോകും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? സി ടു ബിയും സി ടു ബി ഈ ഒരു ബി ടു സി. ഓക്കെ. ഇതും അതുപോലെ തന്നെ ഈ രണ്ട് വാല്യൂസ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? നമുക്ക് അവിടെ എഫക്റ്റീവ്ലി അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ. ദാറ്റ് ഈസ് ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് ഇന്റഗ്രൽ ബി ടു സി എഫ് ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ഡി ടു എ എഫ് ഡോട്ട് ഡി എൽ. ഈ രണ്ട് വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് അവിടെ വരുന്നുള്ളൂ. ദെൻ അതുപോലെ തന്നെ എഫ് നമുക്കറിയാം എഫ് എത്രയാണ്? ഫോഴ്സ്. ദാറ്റ് ഇസ് സി എക്സ് ജെ ക്യാപ്പ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്.
DL അല്ലെങ്കിൽ ലെങ്ത് എലമെന്റ് എന്തായിരിക്കും? DY അല്ലെങ്കിൽ Y ആക്സിസിന് എലോങ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ. Y ആക്സിസിന് എലോങ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എന്ത് ചെയ്തത്? രണ്ടും 0 ആക്കി മാറ്റിയത്. സോ അത് നമുക്ക് എന്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്? വിച്ച് ഈസ് എലോങ് Y ഡയറക്ഷൻ. ഓക്കെ. Y ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. സോറി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ദെൻ ഇന്റഗ്രൽ B2C CXJ ഡോട്ട് DYJ എന്ന് കിട്ടും. അതിൽ നമുക്ക് CX എന്താണ്? കോമൺ ആണ്. സെയിം വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? J ഡോട്ട് J. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന 1. ഓക്കെ. ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് 0 ആയിട്ട് പോകുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്തിനെ കിട്ടും? നമുക്ക് 1 കിട്ടും. സോ എന്താവും? J ഡോട്ട് J നമുക്കിവിടെ 1 ആവും. അപ്പോൾ CX എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Cയും X ഇവിടെ കോൺസ്റ്റന്റ് ടേംസ് ആണ്. ഓക്കെ. Cയും X നമുക്കിവിടെ കോൺസ്റ്റന്റ് ടേംസ് കാരണം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. C is a പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഓക്കെ. പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. സോ അത് നമുക്ക് കോമൺലി പുറത്തെടുക്കാൻ പറ്റും. ഇന്റഗ്രൽ B2C DY കിട്ടും. ഇന്റഗ്രൽ 0 ടു എൽ ലെങ്ത് വൈസ് പറയുന്നുണ്ടല്ലോ 0 ടു എൽ. ഓക്കെ. 0 ടു എൽ ആണ് പറയുന്നത്. സോ എൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് CX എൽ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? കുറച്ച് ടാസ്ക് കൊണ്ട് എഴുതി വരാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെങ്കിൽ ഇതുപോലെ തന്നെ ചോദിക്കും. ഓക്കെ. ഇതൊന്നും ഒരിക്കലും അവർ മാറ്റിയിട്ട് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. ഒന്നാമത് കാരണം ഈ ഒരു ടെക്സ്റ്റ് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു മെയിൻ ടെക്സ്റ്റ് സേഴ്സൺ സെന്റ് മാസ്കി. ഓക്കെ. കാരണം മുൻപ് തൊട്ടേ എല്ലാ FIUGP കോഴ്സുകളിൽ യൂസ് ചെയ്ത ടെക്സ്റ്റ് ആണ്. അതാണ് അവർ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് തന്നെ അവർ ചോദിക്കും. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. എന്ത് ചെയ്യാം? ഇത് തന്നെ നല്ലവണ്ണം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അല്ലാതെ ഇതുപോലത്തെ ഒന്നും ഒരിക്കലും സിമിലാരിറ്റി വെച്ചിട്ട് വേറൊന്നിലോട്ട് കൊണ്ടുവരേണ്ട ചാൻസ് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ. നോക്കുക. അഥവാ വന്നാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടുന്നു? B2C അലോങ് ദ പാത്ത് B2C പറയുന്നു. എന്ത് കിട്ടി? നമുക്കവിടെ വാല്യൂ കിട്ടി. CXL ആണെന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് നമ്മൾ ആ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് കിട്ടും? എക്സിന്റെ വാല്യൂ എൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ. ഡിസ്റ്റൻസും നമ്മൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും എന്ത് ചെയ്യണം? എൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാം? ഡിസ്റ്റൻസും കൂടി എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് CL സ്ക്വയർ എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി അതേപോലെ തന്നെ അടുത്ത എഫക്റ്റീവിൽ വരുന്ന ആരാണ്? വി ഹാവ് ദ പാത്ത് D to A. D മുതൽ A വരെ. അതായത് ഈ D മുതൽ A വരെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് പാത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ D മുതൽ A വരെ നോക്കുമ്പോഴും നമുക്ക് എന്തിനു കിട്ടാം? അവിടെ ആ ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് ആ ആ ഒരു -dy എന്ന ഡയറക്ഷൻ വരും. കാരണം ഇത് ഡൗൺവേർഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ. കണ്ടല്ലോ? ലെങ്ത് എലമെന്റ് ഡൗൺവേർഡ് ആണ് എന്ത് ചെയ്യുന്നത്? മോഷൻ വരുന്നത്. സോ അവിടെ എന്ത് ചെയ്യാം? അതിൽ മാത്രം അതായത് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ലെങ്ത് എലമെന്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു മൈനസ് ഡയറക്ഷൻ വരുന്നുള്ളൂ. കാരണം അത് ഡയറക്ഷൻ വെച്ചിട്ട് ആ ഒരു മൈനസ് വാല്യൂ വന്നതാണ്. ഓക്കെ. മൈനസ് വാല്യൂ വന്നു. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഇന്റഗ്രൽ D to A C X J ക്യാപ്പ് ഡോട്ട് മൈനസ് DY J ക്യാപ്പ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ആ ഒരു മൈനസ് CX ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. മൈനസ് CX ഇൻറ്റു ഇന്റഗ്രൽ L2 സോറി D to A. ഓക്കെ. D to A DY is equal to CX L2 0 എന്ന് കിട്ടും. ഓക്കെ. അതായത് ഇവിടെ ഇപ്പോൾ അവർ മാറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോർഡിനേറ്റ് കാണിച്ചിട്ടുണ്ട്. 0 0 L0 LL ആൻഡ് 0 L എന്ന രീതിയിൽ കോർഡിനേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കോർഡിനേറ്റിന്റെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതായത് ഇവിടെ വന്നപ്പോൾ 0 ടു L വരെ എന്നും ഇവിടെ വന്നപ്പോൾ L to 0. ഓക്കെ. L to 0 മീൻസ് ഈ ഒരു ലെങ്ത് L to 0. ഓക്കെ. അതാണ് കാണിച്ചിരിക്കുന്നത്. മറ്റേതാണ് എന്തായാലും 0 ടു L വരെ. കണ്ടോ? 0 ടു L വരെ. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കേസിൽ CX മൈനസ് L എന്ന് കിട്ടും. ഓക്കെ. അതായത് ഇതിനകത്ത് വരുന്ന ടേമിൽ ഒരു മൈനസ് വാല്യൂ വരും. ഇവിടുത്തെ ഒരു മൈനസ്. ഓക്കെ. അപ്പോൾ CX ഇൻറ്റു ഓക്കെ. ഇവിടെ ഒരു ഇൻറ്റു ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഡോട്ടൊക്കെ ഇട്ട് എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ CX മൈനസ് L എന്നേ വായിക്കുള്ളൂ. ഇത് ശരിക്കും ഇൻറ്റു ആണ്. ഓക്കെ. CX ഇൻറ്റു മൈനസ് L ആണ്. ഓക്കെ. ഇതിനകത്ത് ഒരു മൈനസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിയിട്ട് എഴുതുക. ഓക്കെ. നിങ്ങൾ സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യാറിയല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് യൂസ് ചെയ്താൽ മതി. ഇവിടേക്ക് ഇത് ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ മൈനസ് CX L എന്ന് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് പിന്നെ എന്ത് ചെയ്യുന്നില്ല? അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. ഇത് ഇവിടെ മൂവ് ചെയ്ത് എത്തുമ്പോൾ പിന്നെ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ 0. കാരണം എവിടെ എത്തി? ഒറിജിനിൽ എത്തിക്കഴിഞ്ഞു. കണ്ടോ? ഇവിടെ ഒറിജിൻ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അതവിടെ മീറ്റ് ചെയ്തു. സോ അവിടെ എക്സിന്റെ വാല്യൂ എന്തായി പോവും? 0 ആയിട്ട് പോവും. അങ്ങനെ DA എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ. അതിങ്ങനെ മൂവ് ചെയ്ത് ലൂപ്പ് ചെയ്ത് എവിടെ എത്തി? ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. അടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി. ഇവിടെ വരെ പോയപ്പോഴാണ് L എന്ന് കിട്ടിയത് നമുക്ക് നേരത്തെ എക്സിന്റെ വാല്യൂ. ഇത് മുതൽ ഇതുവരെ പോയപ്പോൾ നമുക്കറിയാം L ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 2 3 4 5 6 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 10 വരെ എന്ന് പറയാം. ഓക്കെ. 10 വരെ. പക്ഷേ ഇവിടുന്ന് എന്ത് ചെയ്തു? ഇത് 10ൽ ഇരിക്കുവാണ്.
10-നടുത്ത് എന്ത് ചെയ്യും? കുറഞ്ഞ് വരുമ്പോൾ ഇവിടെ എത്തും വീണ്ടും. അവിടെ 0-ൽ എത്തത്തില്ലേ? അപ്പോൾ അതാണ് നമുക്ക് എന്ത് എക്സിന്റെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മീൻസ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എന്ത് ചെയ്തു? അവിടെ വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. സോ അവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ. ഇതിനകത്ത് ഒരുപാട് കൺസെപ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇത് എഴുതാനും പറ്റുള്ളൂ. ഓക്കെ. വെറുതെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കാരണം എന്തൊക്കെ വന്നു? നമ്മൾ ആ ഒരു വെക്റ്റർ ഇതിനകത്ത് വന്നു. ഓക്കെ. വെക്റ്റർ വന്നു. നമ്മുടെ ആ ഒരു കോസ് കമ്പോണൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. വെക്റ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ടേം. ഡിസ്പ്ലേസ്മെന്റ് നമുക്കിപ്പോൾ എയിൽ നിന്ന് ബി വരെ പോകാനാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എക്സ് എന്ന് പറയാം. പക്ഷെ ഞാൻ പോയിട്ട് തിരിച്ച് എയിൽ തന്നെ വന്നാലോ എന്ത് പറയും? എനിക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0. നമ്മളിത് 12ലും 11ൽ പഠിക്കുന്നതാണ്. ഓക്കെ. മോഷൻസ് ആ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് കേസ് നമ്മൾ പഠിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ 9ൽ പഠിക്കും. ഓക്കെ. 9ൽ 8ലൊക്കെ നമ്മൾ 8ലാണ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിക്കും. പക്ഷെ അത് നമുക്ക് ഇവിടെ കണ്ടോ ഇതിനകത്ത് തന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരുന്നു? അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡിറ്റർമിൻ ചെയ്തു. ദെൻ അങ്ങനെ ഡിയുടെ വാല്യൂ എന്തായി പോയി? 0 ആയിട്ട് പോയി. അപ്പോൾ ഡബ്ല്യു ടോട്ടൽ എന്താണ്? CL² ആണ് നമുക്ക് അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. ടോട്ടൽ വർക്ക് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു കേസ് മാത്രമേ അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ. സിൻസ് W is greater than 0, the total energy of electron increases. This principle is used in electric generating plant. A loop of wire is moved through magnetic field. Non-constitutive, we get a എനർജൈസ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ശരിക്കും പാത്ത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്താണ്? പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. സോ എന്ത് ചെയ്യാം? ഞാൻ ഫസ്റ്റ് ഓക്കെ. ശരിയാ. മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് തന്നെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലാണ് എന്തായിരിക്കും? പാത്ത് ഡിപ്പെൻഡന്റ്. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ വർക്ക് എപ്പോഴും നമുക്ക് അതിലെ ഡയറക്ഷൻ വെച്ചിട്ട് അത് പാത്ത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വർക്കാണ് എപ്പോഴും നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ എന്താണ്? ഇത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് എന്താണ്? എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിന് എനർജി എന്ത് ചെയ്യാൻ പറ്റും? അക്വയർ ചെയ്യാൻ പറ്റും. ഈ ഒരു എനർജി മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺ വരുമ്പോൾ എന്ത് ചെയ്യും? എനർജി അക്വയർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ മോട്ടറിന്റെ ഒക്കെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആർമേച്ചർ കോയിൽ, മോട്ടർ, കോയിൽസ് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ മോട്ടറിന്റെ വർക്കിങ്ങിലൊക്കെ വരുന്നത് ശരിക്കും ഈ ഒരു കേസാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന സമയത്ത് അത് ശരിക്കും സ്പിൻ മോഷൻ കാരണമൊക്കെയാണ് സ്പിൻ കാരണമൊക്കെയാണ് അതിനെന്ത് ചെയ്യുന്നത്? ഈ ഒരു എഫക്റ്റ് വരുന്നത്. അത് നോക്കണ്ട, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് അത് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇതെന്താണ്? അവിടെ നമുക്ക് ഇലക്ട്രോണിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എനർജി അപ്പോൾ എന്തല്ല? കൺസേർവ്ഡ് ക്വാണ്ടിറ്റി അല്ല. സോ എന്ത് പറയാൻ പറ്റും? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നീട് വരുന്ന ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മെയിൻലി പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി സമ്മേഷൻ ആണ് എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ പിന്നെ എന്താണ്? ഇവിടെ പറഞ്ഞ ഈ ഒരു പ്രോബ്ലം, ഒറ്റ പ്രോബ്ലം നമുക്ക് ഈ ഒരു കേസിലൂടെ പറഞ്ഞിട്ടുള്ളൂ. നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സും കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു അതൊരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വാട്ട് ഈസ് മീൻ ബൈ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് എന്നാണ് ചോദിക്കാൻ ഒരു ചാൻസ് കൂടുതൽ. ഓക്കെ. അപ്പോൾ ആ രീതിക്ക് ഒന്ന് നോക്കി വെച്ചിരിക്കാം. ഓക്കെ. ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിൻ ടെക്സ്റ്റ് ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ലെങ്കിൽ പറയുക. ഓക്കെ. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉള്ളത് എന്നാണ് തോന്നുന്നത്. ഓക്കെ. കൺസ്ട്രക്റ്റീവ് നോൺ കൺസ്ട്രക്റ്റീവ് ക്ലാസ്സിൽ തന്നെ ഒരെണ്ണം എന്തോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു തോന്നുന്നു. ഒന്നുകൂടി ആ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഓക്കെ. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ള ടോപ്പിക്കാണ് നമ്മുടെ ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ. ഫോഴ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന്റെ എന്താണ്? നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ്. ഓക്കെ. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. കാരണം പല കാര്യത്തിലും നമുക്ക് എന്താണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടേം ആണ് ഫോഴ്സ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ. ഇതേ കേസ് നമ്മൾ ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ പോകുമ്പോൾ നമ്മൾ ഇത് പഠിക്കും. ഓക്കെ. അവിടെ നമുക്ക് ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ. ആ ഒരു കേസിലാണ് പറയുന്നത്. എപ്പോഴും എന്നാലും എവിടെയാണെങ്കിലും ഫോഴ്സ് എപ്പോഴും എന്താണ്? പൊട്ടൻഷ്യലിന്റെ ഒരു നെഗറ്റീവ് ഗ്രേഡിയന്റ് ആയിരിക്കും. ഓക്കെ. ഡെറിവേറ്റീവ് ആയിരിക്കും എന്ന് എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. That is, we are familiar with the two types of conservative force, gravitational and elastic force. That is, the conservative force, we arrive at a point, potential energy. That is, F is equal to minus mg and U is equal to mgy. Okay. ഇത് ഗ്രാവിറ്റേഷണൽ കേസിലുള്ള എന്താണ്? ഫോഴ്സും അതുപോലത്തെ പൊട്ടൻഷ്യൽ എനർജിയും ആണ്. ഇനി എലാസ്റ്റിക് കേസിലാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എഫ് എലാസ്റ്റിക് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആൻഡ് യു elastic, that is potential is equal to half kx square. Okay. അപ്പോൾ ഇതാണ് എന്താന്ന് പറയുന്നത്?
ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നു ശരിക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ഇവിടെ ഒരു mg ഇവിടെ ഒരു u അഡീഷണൽ ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഒരു മൈനസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുവാണ്? മൈനസ് കൂടി കൊടുക്കുന്ന സമയത്ത് u ആയിട്ട് മാറും. ഓക്കെ. ഇത് ഇവിടെ ഒരു മൈനസ് മൾട്ടിപ്ലൈ പ്ലസ് ആവത്തില്ലേ? ഒരു uവും ഒരു മൈനസും. ഓക്കെ മാറുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്താ സിറ്റുവേഷൻ? ദാറ്റ് ഈസ് ഇവിടെ ഒരു മൈനസ് kx ഉണ്ട്. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് വീണ്ടും നമ്മളൊരു മൈനസ് എക്സ് കൂടി കൊടുത്താൽ എന്തായിട്ട് മാറും? അത് അവിടെ ശരിക്കും പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നു. അപ്പോൾ എന്തൊരു റിലേഷൻ എന്ത് ചെയ്യുന്നു ഇവിടെ സച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയം നമുക്ക് പറയാം എന്താണ് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ഫ്രം ഫോഴ്സ് ടു പൊട്ടൻഷ്യൽ ആൻഡ് വൈസ് വേഴ്സ. ഫോഴ്സും പൊട്ടൻഷ്യൽ തമ്മിൽ പൊട്ടൻഷ്യൽ ഫോഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ അവിടെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് പറയാം അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് എടുക്കാൻ പറ്റും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. സോ ഇവിടെ എടുക്കുന്ന സമയം നമുക്ക് ഓക്കെ. അപ്പൊ ഇവിടെ എടുക്കുന്ന സമയം നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽ ടു അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്താണ്? ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. ഓക്കെ. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന രീതിയിൽ കിട്ടുന്ന വർക്ക് ഡൺ. അത് മൈനസ് ഡെൽ യു എന്ന് എടുക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് കിട്ടും. ഓക്കെ. As the limit extends to 0, that is we are getting minus delta u by delta x. Okay, that is f is equal to du by dx. Okay. എന്ത് പറയാം? അവിടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് ദിസ് മീൻസ് when the force increase potential energy decrease when the force decreases corresponding potential energy increases. ഓക്കെ. ഒരു ഡെറിവേറ്റീവ് ഫംഗ്ഷൻ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ടേംസ് ശരിക്കും നമുക്ക് ആ ഫോഴ്സ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇതും ഈ ഒരു റെപ്രസെന്റേഷനും ഇതിനൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. കാരണം ഇതെന്ന് വെച്ചാൽ ഡെൽറ്റ യു മീൻസ് ജസ്റ്റ് എന്താണ് ചേഞ്ച് മാത്രമേ കാണിക്കൂ. ഫോർ എക്സാമ്പിൾ u1 മൈനസ് u2 അല്ലെങ്കിൽ u2 മൈനസ് u1 അത് മാത്രം ഡെൽറ്റ യു എന്ന് ഉദ്ദേശിക്കുന്നത്. മൈനസ് ഡു ബൈ ഡി എക്സ് മീൻസ് എന്താണ്? ഡെറിവേറ്റീവ് ആണ്. അതായത് ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന ഓരോ ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ. ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ. ഇത് ആവറേജ് വേരിയേഷൻ ആണ്. ഓക്കെ. ആവറേജിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ടെൻസ് ടു 0 എന്ന് കൊടുക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? അത് നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന രീതിയിലോട്ട് മാറുന്നത്. അപ്പൊ അതാണ് ഗ്രേഡിയന്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മുടെ ലിമിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ 12th മാത്സിലെ ലാസ്റ്റ് ആ ഒരു 11th ലാസ്റ്റ് സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വരുന്നത് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് ഫംഗ്ഷൻ എഴുതി പഠിക്കുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഡെറിവേറ്റീവിലോട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു സെക്ഷനിൽ പിന്നെ ഇതിനകത്ത് ആ ഒരു ഹൂക്സ് ലോയുടെ കേസ് ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് യു എലാസ്റ്റിക്. ഓക്കെ. യു എലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് നമുക്കിവിടെ എഫ് എലാസ്റ്റിക്കിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിലോട്ട് ജസ്റ്റ് നമ്മൾ ഡി യു ബൈ ഡി എക്സ് അപ്ലൈ ചെയ്യുന്നു. യുവിന്റെ വാല്യൂ നമുക്കറിയാം ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. സോ ഡിഫറൻഷിയേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? ദാറ്റ് ഈസ് വിയറിംഗ് എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഓക്കെ. അപ്പോൾ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 കിട്ടും 1 കിട്ടും. ഓക്കെ. എത്ര കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് മൈനസ് കെ എക്സ്. എന്താണ് അവിടെ നമുക്ക് പറയാം? ഫോഴ്സ് എന്താണ്? അതുമായിട്ട് റിലേഷൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതെന്താണ്? ഹൂക്സ് ലോയിലോട്ട് തിരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ. അതൊക്കെ ജസ്റ്റ് നോക്കി വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ആ ഒരു യുവിന്റെ വാല്യൂ അതൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ആയിട്ട് വെച്ചേക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ടു ചാർജസ് Q1 ആൻഡ് Q2 സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് x is given by u of x is equal to Q1 Q2 by 4 pi epsilon 0 x. Find the force between the charges. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. ആരുടെയാ? രണ്ട് ചാർജസിന്റെ. ഓക്കെ. രണ്ട് ചാർജസ് ഉണ്ട്. ചാർജിന്റെ പോളാരിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മൾ കൂളം ചാർജസ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് ചാർജസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജസ് തന്നിട്ടുണ്ടെന്ന് പറയുക. ഓക്കെ. അപ്പോൾ അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ്. ഓക്കെ. ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ. നമുക്ക് ഇക്വേഷൻ അറിയാം. സോ എന്ത് ചെയ്യുക? ഇവിടെ യുവിന്റെ സ്ഥാനത്ത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ. ഡെറിവേറ്റീവ് അറിയില്ല 1/x ആണ്. 1/x that is ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. Q കോൺസ്റ്റന്റ്, Q2 കോൺസ്റ്റന്റ്, 4 pi epsilon 0 കോൺസ്റ്റന്റ്. ഓക്കെ. d by dx 1/x കിട്ടും. That is we are getting minus 1/x square. ഓക്കെ. minus 1/x square. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുക x raised to minus 1 എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? ഇതിനെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. ഓക്കെ. ഈ ഒരു വാല്യൂവിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? Q1 Q2 by 4 pi epsilon 0 x square. ഇത് നിങ്ങൾക്ക് അറിയാലോ കൂളംസ് ലോ ആണ്. ഓക്കെ. 1/4 pi epsilon 0 Q1 Q2 by r square. ആ ഒരു ഇക്വേഷനാണ് കിടക്കുന്നത്. ഓക്കെ. എന്താ? പൊട്ടൻഷ്യൽ നമ്മൾ എന്തിലോട്ട് വന്നു? ഫോഴ്സിലോട്ട് വന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ദെൻ ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻ ദ 3 ഡയമെൻഷണൽ സിസ്റ്റം. ഓക്കെ. ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റം ആണെങ്കിൽ ഓക്കെ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്രേഡിയന്റ് എന്ന ആ ഒരു മീനിങ്ങിലോട്ട് ഇത് വരുന്നത്. ഓക്കെ. മറ്റേ ശരിക്കും ഒരു ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എന്ന രീതിയിൽ ഇവിടെ എത്തുമ്പോഴാണ് ഗ്രേഡിയന്റ്. കാരണം
ഞാനത് ആ ഫസ്റ്റ് കേസിൽ പറയാത്തത് നമുക്ക് ആ ഒരു ഫ്ലോയിൽ വരട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗ്രേഡിയന്റ് മീൻസ് എന്താണ്? ഗ്രേഡിയന്റ് മീൻസ് നമുക്ക് എപ്പോഴും എല്ലാ ഡയറക്ഷനിലും ഉണ്ടാകുന്ന ചേഞ്ച് നമ്മളോട് കാണിക്കണം ഗ്രേഡിയന്റ് ഫംഗ്ഷനിൽ. ഓക്കെ, ഗ്രേഡിയന്റിൽ. അപ്പോൾ ശരിക്കും ആ ഒരു ഡെൽറ്റ, ഓക്കെ, ഡെൽ ആ ഒരു ഓപ്പറേറ്റർ വരുന്ന സമയത്ത് നമുക്ക് ഗ്രേഡിയന്റ് മീൻസ് എന്ത് വരണം? അവിടെ നമ്മൾ എല്ലാ കേസും ഇവിടെ കാണിക്കണം. ഓക്കെ, നേരത്തെ ഈ ഒരു കേസ് മീൻസ് നമ്മൾ അവിടെ ഒറ്റ ഡയറക്ഷൻ പോയി. ഫോർ എക്സാമ്പിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനിൽ എങ്ങനെ വേരിയേഷൻ വരുന്നു എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഗ്രേഡിയന്റ് ആവുന്ന സമയത്ത് എന്തായിട്ട് മാറും? അവിടെ നമ്മൾ എക്സ് എടുക്കണം, ഒയ് എടുക്കണം, അതുപോലെ തന്നെ സെഡും കൂടി എടുക്കണം. ഓക്കെ, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതാണ് ഇവിടെ ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. തൊട്ട് മുകളിൽ എഴുതിയത് എന്താ? ഒരു ആക്സിസ് മാത്രം, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് മാത്രം. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? 3 ഡയമെൻഷൻ വരുന്നു. ഓക്കെ, ആ ഒരു ചേഞ്ച് മാത്രമാണ് എന്ത് ചെയ്യും നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് 3 ഡിഫറെന്റ് കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? സം ഓഫ് 3 ഡിഫറെന്റ് ഡയമെൻഷൻസ്. ഓക്കെ, 3 ഡയമെൻഷന്റെയും സം ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇസ് ഐ എഫ് എക്സ് പ്ലസ് ജെ എഫ് ഒയ് പ്ലസ് കെ എഫ് ഇസഡ് എന്ന് പറയാം. ഓക്കെ, അത് എന്ത് കിട്ടുന്നു? ജസ്റ്റ് അതിന്റെ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കൊടുക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്തു. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു. ഇവിടെ നമുക്ക് കറക്റ്റ് ഒരു ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ വരുന്നുണ്ട്. ഡെൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പം, നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകും. ഓക്കെ, ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു തിരിച്ചുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യം സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ എന്ത് ചെയ്തു? അവിടെ നമുക്ക് വരുവാണ്. കാരണം ആദ്യം നമ്മൾ ഒരു ഡയമെൻഷൻ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? 3 ഡയമെൻഷനിലോട്ട് പോവാം. കാരണം ഇല്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇതാണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് ഈ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഡയറക്ഷനിലേ പറയുന്നുള്ളൂ, എക്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ മറ്റ് ഫംഗ്ഷൻസ് 0 ആവുമെന്ന് അറിഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യും? അവിടെ വച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് തിരിച്ച് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്ത് എവിടെയാണ്? ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഗ്രേഡിയന്റ് ഫംഗ്ഷൻ നിങ്ങൾ ഒന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് വീണ്ടും നമുക്ക് എന്തിനു കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ ആർ നമുക്ക് ഇവിടെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആ ഒരു തിരിച്ചു വരുന്ന റിലേഷൻ ആണ് എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് കൊടുത്ത സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് ഒയ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ത് ചെയ്തു? നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്റർ എടുക്കാൻ അറിയാലോ. ഡെൽ ഓപ്പറേറ്റർ എപ്പോഴും എങ്ങനെയാണ്? ഏതൊരു ഫംഗ്ഷൻ തന്നാലും ഡെൽ ഓപ്പറേറ്റർ മീൻസ് ഡെൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് ആദ്യം എഴുതി വെക്കുക? ഇതുപോലത്തെ ഈ ഒരു എക്സ്പാൻഷൻ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, എപ്പോഴും അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഡെൽ എന്ന് എവിടെ കാണുന്നുണ്ടോ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് ഇതങ്ങ് എഴുതണം. ഓക്കെ, കണ്ടോ? ഡെൽ എഴുതിയിട്ടുണ്ട്. ഐ ക്യാപ്പിന് ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ്പിന് ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ക്യാപ്പിന് ഡോ ബൈ ഡോ ഇസഡ്. കാരണം ഇത് എഴുതാൻ ഓർത്തില്ല എങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കും, ഇവിടെ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് ചില സമയത്ത് പറ്റിയിട്ടുമുണ്ട്. ഓക്കെ, എന്ത് പറ്റും? ചിലർ പറയുന്നതാണ് ഡെല്ല് കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? അവർക്ക് ശരിക്കും ഇത് കിട്ടി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിലോട്ട് വരണം എന്നൊരു എന്ത് ചെയ്യും? അവർക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡെൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രയാങ്കിൾ തിരിച്ചിട്ട് ഒരു സിമ്പിൾ കണ്ടാൽ അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുക? ഇതങ്ങ് എഴുതുക. ഓക്കെ, അടുത്ത് ഇവിടെ ഇനി എന്ത് സൈൻ എക്സ് എഴുതാൻ, കോസ് എക്സ് എഴുതാൻ, എന്ത് എഴുതാൻ, എന്താ ചെയ്താൽ മതി? അതോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൊടുത്താൽ മതി. ഓക്കെ, അത് എക്സിന് മാത്രം ഉണ്ടെങ്കിൽ എക്സ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് മാത്രം ഡെറിവേറ്റീവ് നമ്മൾ കൊടുക്കും. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അവിടെ അപ്ലൈ ചെയ്യുക. ആദ്യം ഇതാണെന്ന് എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കേൾക്കുന്ന സമയത്ത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഓർമ്മ വരില്ലേ? അതുപോലെ ഡെൽ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരണം ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇതിൽ കറക്റ്റ് എന്ത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് a certain spring found not to obey Hooke's law enters a restoring force f of x is equal to minus alpha x minus beta x square if it is compressed to a stretched where alpha is equal to 60 Newton per meter and beta is equal to 18 Newton per meter square. The mass of the spring is negligible. Okay, എന്താ കണ്ടുപിടിക്കേണ്ട? A, calculate the potential energy function u of x of the spring let u is equal to 0 when x equal to 0 എന്ന് ഡിറ്റർമിൻ ചെയ്യണം. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. തന്നിട്ടുള്ള ഡേറ്റയിൽ എന്തൊക്കെയുണ്ട്? റെസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. റെസ്റ്റോറിംഗ് ഫോഴ്സ് ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എഫ് എന്ന് എടുക്കാം. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ശരിക്കും എന്താ തന്നിട്ടുള്ളത്? ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഫോഴ്സേ ഉള്ളൂ. ഫോഴ്സിൽ നിന്ന് നമുക്ക് എന്തിലോട്ട് വരണം? പൊട്ടൻഷ്യലോട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഡെറിവേറ്റീവ്സ് ആണ്. സോ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷൻസ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രേഷൻ ചെയ്യുന്നു. സോ വി ആർ ഗെറ്റിംഗ്
അതായത് എന്ത് ചെയ്തു, ഇവിടുന്ന് എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എടുത്തു. അടുത്ത് ഈ ഡി എക്സ് എങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി എക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ that is du of x is equal to മൈനസ് എഫ് എക്സ് ഡി എക്സ്. ഓക്കെ, എഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, യു മാത്രം മതി. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് സൈഡിൽ എന്ത് ചെയ്തു, ഇന്റഗ്രേഷൻസ് കൊടുത്തു. ഇന്റഗ്രേഷൻസ് കൊടുത്തപ്പോൾ എന്തായി മാറി, ഇവിടുത്തെ ഇന്റഗ്രൽ ഡി മാറി, അത് യു എക്സ് എന്നായിട്ട് മാത്രം മാറി. മൈനസ് ഇന്റഗ്രൽ എഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും. ഓക്കെ, പിന്നെ നമുക്കവിടെ ഫോഴ്സിന് എന്തുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ ആണ് ഫോഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുക, ഫോഴ്സിന്റെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്തെടുക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇന്റഗ്രൽ എ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി എക്സ് സ്ക്വയർ ഡി എക്സ് കിട്ടും. ഓക്കെ, ആൽഫയും ബീറ്റയൊക്കെ കോൺസ്റ്റന്റ് ടേംസ് ആണ്. എന്ത് ചെയ്താൽ മതി, പുറത്തെടുക്കുക. പുറത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, എക്സ് മാത്രം എന്ത് ചെയ്യുക, എക്സും എക്സ് സ്ക്വയറിന് മാത്രം ഇന്റഗ്രേഷൻസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തി കളയില്ല, വലിയ സ്റ്റെപ്സ് ആണെന്ന് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്, കോമൺലി മാറ്റിയിട്ട് ശേഷം എന്ത് ചെയ്യുക, കോൺസ്റ്റൻസ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് മാത്രം എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ്സ് ഇന്റഗ്രേഷൻസ് അപ്ലൈ ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഈ റിസൾട്ട് കിട്ടും. പിന്നെ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു എഫ് എക്സ് ഇസ് ഈക്വൽ ടു 30x സ്ക്വയർ പ്ലസ് 6x ക്യൂബ്. ഇതാണ് എന്ത് കിട്ടുന്നത്, അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. അതിന്റെ ഇവാലുവേഷൻ കൊടുത്തിരുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ഫോഴ്സും നമ്മുടെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഈസി അല്ലേ ക്വസ്റ്റ്യൻ. പക്ഷെ ഇവിടെ ഇന്റഗ്രേഷൻ എടുക്കുന്ന കാര്യം ഒന്ന് ഓർക്കുക, തിരിച്ചെടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം. ഓക്കെ, അത് ഇന്റഗ്രേഷൻ ഈസ് ദ ഡിഫറൻസിയേഷൻ എന്താണ്, ഇന്റഗ്രേഷൻ ഓപ്പോസിറ്റ് ആണ് എന്ന കാര്യം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, a conservative force F is in positive direction and has a magnitude f of x is equal to alpha plus x0 the whole square, where alpha is equal to 0.8 Newton per meter square and x0 is equal to 0.2 meter. Okay, 200 meter. First question, what is the potential energy function u of x for the force? Let u of x tends to 0 when x equal to infinity. An object of mass 0.500 kilogram is released from rest alpha is equal to 0. Move in the positive x direction. If F is the only force acting on the object, what is the object's speed when it reaches x equal to 0.400 meter? Okay. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, നമുക്കവിടെ കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ വൈസ് തന്നിട്ടുണ്ട്, അതിന്റെ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, x0 വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് ചെയ്യുന്നു, യു എഫ് എക്സ് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു, ടെൻസ് ടു 0 വെൻ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ 0 ടെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഇപ്പോൾ അവിടെ നമുക്ക് ഒബ്ജക്ട് മാസ് 0.500 കിലോഗ്രാം ആണെങ്കിൽ, ഓക്കെ, മറ്റേ ആൽഫ ഈക്വൽ 0 ആണ്. അതെന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഫോഴ്സ് മാത്രമാണ് അവിടെ ആക്ട് ചെയ്തെങ്കിൽ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് സ്പീഡ് വെൻ ഇറ്റ് റീച്ചസ് എക്സ് ഈക്വൽ ടു 0.4 മീറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആൻസർ മീൻസ് നമുക്കിവിടെ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ കേസ് നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യണം. സോ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എടുക്കുന്നു, യു എഫ് എക്സ് ഈക്വൽ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചില്ല ആ ഇക്വേഷൻ, യു എഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എന്ത് ചെയ്യുക, ഫംഗ്ഷൻ കൊടുക്കുക. ഫംഗ്ഷൻ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് നമുക്ക് അവിടെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. എക്സ് പ്ലസ് x0 യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. ഓക്കെ, ഡി എക്സ് ഈക്വൽ ടു ഡി യു. അവിടെ എന്ത് ചെയ്യുകയാണ്, ഇന്റഗ്രൽ എ ഡി യു ബൈ യു സ്ക്വയർ കൊടുക്കുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുന്നു. ആൽഫ പുറത്തെടുത്തു. യു സ്ക്വയറിന് ഞാൻ എന്ത് ചെയ്തു, യു റൈസ് ടു -2 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ യു റൈസ് ടു -2 എടുക്കുമ്പോൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, ഇത് ശരിക്കും -2 +1 ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വരേണ്ടതാ, അവർ എഴുതിക്കുമ്പോൾ താഴെ ആയി പോയതാ. ഓക്കെ, മുകളിൽ തന്നെ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് യു എഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ബൈ യു പ്ലസ് സി എന്ന് കിട്ടും. തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്തായിട്ട് കിട്ടും, ദാറ്റ് ഇസ് യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ബൈ എക്സ് പ്ലസ് x0 പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, എക്സ് പ്ലസ് x0 പ്ലസ് സി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം സി മീൻസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടീഷൻസ് കൊടുക്കണം. ഓക്കെ, നമ്മൾ അറ്റ്മോസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ മാക്സിമം കണ്ടീഷൻസ് കൊടുക്കുന്നു. വെൻ യു ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 0 ടു ടെൻഡ് ചെയ്യും എപ്പോഴാണ്, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, എക്സ്
ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്യാം? അവിടെ ഇൻഫിനിറ്റിയിലോട്ട് പോവാം. ദാറ്റ് 0 is equal to ആൽഫ ബൈ ഇൻഫിനിറ്റി പ്ലസ് സി ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു 0. സി എന്ത് ചെയ്യാൻ കിട്ടും? 0 തന്നെ ഒബ്റ്റെയിൻ ചെയ്യും. നമ്മൾ കണ്ടീഷൻ അറിയാലോ ലിമിറ്റ് കൊടുത്തെടുക്കുന്നത്. നമ്മൾ എന്താ കണ്ടീഷൻസ് കൊടുത്ത് സി കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ യു ഓഫ് എക്സ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? യു ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ബൈ എക്സ് പ്ലസ് എക്സ് എന്ത് ചെയ്യും നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അതുപോലെ ഇത് പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്ത് പറയുന്നു? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യു ഓഫ് എക്സിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത കേസിൽ എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 0.500 കിലോഗ്രാം റിലീസ് ഫ്രം റെസ്റ്റ്. ഓക്കെ, റെസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മീൻസ് എന്ത് ചെയ്യുന്നുള്ളൂ? ഒറ്റ ഫോഴ്സേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഒബ്ജക്റ്റ് സ്പീഡ് എപ്പോഴാ എക്സ് ഈക്വൽ ടു 0.400 മീറ്റർ ആവുന്ന സമയത്തുള്ള ഒബ്ജക്ട് സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിറ്റർമിൻ ചെയ്യണം. നമുക്കിവിടെ എടുക്കാം ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു. ഓക്കെ. അപ്പോൾ ഇനിഷ്യലി ഇരുന്ന സമയത്ത് എന്താണ്? ഇനിഷ്യലി ഇരുന്ന സമയത്ത് അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് എന്തിന്റെയൊക്കെ ആയിട്ട് സമ്മായിട്ട് മാറുന്നു? പിന്നെ ഒരു കൈനറ്റിക് എനർജി സമ്മേഷനും പൊട്ടൻഷ്യൽ എനർജിയായിട്ട് എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് മാറുവാണ്. കാരണം എന്തുകൊണ്ടാ? ഇനിഷ്യലി അത് പൊട്ടൻഷ്യൽ എനർജിയിലാണ്. കാരണം അത് റെസ്റ്റിംഗിലായിരുന്നു. ഓക്കെ. പിന്നെ അത് കൈനറ്റിക് എനർജിയോട്ട് മാറുന്നുണ്ട്. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അത് റെസ്റ്റിംഗിലോട്ട് വരുവാണ്. റീച്ചസ് ടു എക്സ് ഈക്വൽ ടു 0.00 മീറ്റർ. അവിടെ വീണ്ടും പൊട്ടൻഷ്യലോട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് വരുവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഫംഗ്ഷൻസ് നമ്മളവിടെ നോക്കണം. പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ തൊട്ട് മോളിൽ കണ്ടുപിടിച്ചു. ആൽഫ ബൈ എക്സ് പ്ലസ് എക്സ് 0 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ. ആൽഫ പ്ലസ് എക്സ് 1 പ്ലസ് എക്സ് 0 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എം വി ടു സ്ക്വയർ പ്ലസ് ആൽഫ ബൈ എക്സ് 2 പ്ലസ് എക്സ് 0. അതായത് സെക്കൻഡ് പൊസിഷൻ ടേംസിലാണ് U2 എന്ന് പറയുന്നത്. ഓക്കെ. U2 എന്നാണ് സെക്കൻഡ് കേസ്. അറ്റ് എക്സ് ഫസ്റ്റ് പോയിന്റ് എക്സ് 1 ഇസ് ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ ഒരു റെസ്റ്റിൽ ഇരിക്കുക. ഈ ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റ് ഇരിക്കുകയെന്ന് വെച്ചോളൂ. ഓക്കെ. ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ റെസ്റ്റ് ഇരിക്കുകയാണ്. ഇവിടുത്തെ പോയിന്റ് നമ്മൾ 1 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ x1 എന്ന് പറയുന്ന പോയിന്റും ഇതാണ് ഫസ്റ്റ് പോയിന്റും. ഓക്കെ. x1 ഇസ് ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എടുക്കാം. ഓക്കെ. ഇനിഷ്യൽ പോയിന്റ് 0 എടുക്കുന്നു. എവിടെ എത്തി ഇവിടെ നിന്നത്? നിന്ന പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എത്തി ഇവിടെ നിന്നത് എത്രയായിരുന്നു? x2 ആണ്. എത്രയാണ്? 0.400 മീറ്റർ. ഓക്കെ. ആ ഒരു കേസിൽ. അപ്പൊ ഈ മൂവ്മെന്റ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്തിന് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് എന്ന സമയത്ത് h ആണ്. സോ എന്തുണ്ട് അവിടെ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. ഫസ്റ്റ് കേസിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. സെക്കൻഡ് കേസിൽ എത്തുമ്പോഴോ ഇങ്ങോട്ട് വരുന്തോറും ഇവിടെ എന്തായിട്ട് മാറുന്നു? ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങോട്ട് വരുന്തോറും ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി മാറി മാറി എന്ത് ചെയ്യുന്നു? അവിടെ കൈനറ്റിക് എനർജിയുടെ പാർട്ടായിട്ട് മാറുന്നു. കണ്ടോ? കെ ആയിട്ട് മാറുന്നു. കെ പ്ലസ് പിന്നെ ആര് വരും? വീണ്ടും ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. കണ്ടോ? അതാണ് നമ്മുടെ സെക്കൻഡ് കേസിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. x1 is equal to 0. Point x2 സെക്കൻഡ് പോയിന്റ് x2 എത്ര കിട്ടും? 0.400 മീറ്റർ. ഓക്കെ. ബാക്കി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ആൽഫ ആൻഡ് x0. ആൽഫയ്ക്കും x0ക്കും ഡിറ്റർമിൻ ചെയ്യുന്നു. സോ വി ആർ ഗെറ്റിംഗ് 4 is equal to 1/2 m v2 square plus 1.33 എന്ന് കിട്ടും. Half m v2 square is equal to 2.667. Okay, v2 is equal to root of 2.667 into 2 divided by 0.500. Okay, which is equal to റൂട്ട് ഇതുവരെ ഉള്ളൂ. ഓക്കെ. ഇതുവരെ ഉള്ളൂ റൂട്ട്. ബാക്കിയില്ല. ഓക്കെ. വിച്ച് ഇസ് ഈക്വൽ ടു 3.266 ആൻഡ് വി ടു ഇസ് ഈക്വൽ ടു എത്ര ഇടുന്നുണ്ട്? റൗണ്ട് ഓഫ് ചെയ്തിട്ട് 3.27 മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ. ഇതാണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായത്? വെലോസിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്തത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ് സ്പീഡ്? ഓക്കെ. ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് എപ്പോഴാണ് സ്പീഡ്? അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ഇരുന്ന സമയത്ത് പൊസിഷൻ ഉണ്ട്. സോ ആ സമയത്ത് എന്തായിരിക്കും? പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ മൂവ് ചെയ്താലല്ലേ പോകാൻ പറ്റൂ. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡിൽ എന്ത് ചെയ്തു? മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്ത് പോകുന്ന സമയത്തുള്ള സ്പീഡാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. v2. ഓക്കെ. അടുത്ത് വീണ്ടും റെസ്റ്റിൽ എത്തും. പൊട്ടൻഷ്യൽ മാറി വീണ്ടും അത് നിൽക്കുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? x ഈക്വൽ ടു 0.4ൽ നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിലോ അവിടെ നമുക്ക് വീണ്ടും ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ.